രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ യൂത്ത് വിങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം മാത്രം രാജിവെച്ചാൽ മതിയോ അതോ MLA സ്ഥാനം കൂടി രാജിവെക്കണം? എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, MLA സ്ഥാനമാണ് ആദ്യം രാജിവെക്കേണ്ടത്. ഇയാൾ യൂത്ത് വിങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് കൊണ്ട് പൊതുജനം എന്ത് ചെയ്യാനാണ്? പൊതുജനത്തിന് എന്തെങ്കിലും ഉണ്ടോ അതിൽ? നോ. MLA എന്ന് പറയുന്നത് എന്താ? നാട്ടുകാർ വോട്ട് ചെയ്ത് MLA ആക്കി വിട്ടൊരാൾക്ക് റെസ്പോൺസിബിലിറ്റി നാട്ടുകാരോടുണ്ട്. മറ്റത് പാർട്ടീനോടും പാർട്ടിക്കാരോടും അല്ലേ. അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഇനിയിപ്പോൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ട, MLA സ്ഥാനത്ത് നിന്നോട്ടെ, അപ്പുറത്തെ സൈഡിൽ മറ്റേ പാർട്ടിയിലുള്ള പലർക്കെതിരെ ആരോപണം വന്ന സമയത്ത് അവരൊക്കെ രാജിവെച്ച് പോയോ? അതൊരു ന്യായമല്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ ആദ്യ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ആക്ട്രസ് ഒന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ഒന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ വേറെ കുറേ വാട്സാപ്പ് ഫോട്ടോ, ചാറ്റിൻ്റെ ഫോട്ടോസ്, അയാളുടെ വീഡിയോ കോളിൻ്റെ ഫോട്ടോ, ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ആ ഒരു വോയിസ് ക്ലിപ്പ് തന്നെയാണ് വിഷയം. അതിലുള്ള ഗർഭക്കേസ് തന്നെയാണ് വിഷയം. ഒരൊറ്റ ക്വസ്റ്റ്യനാണ് കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഇതേപോലൊരു ആരോപണം വന്നു, ആ വ്യക്തി അറിഞ്ഞിട്ടും കേട്ടിട്ടും ഇതുവരെ അയാൾക്ക് ഒരു തരത്തിൽ ഇൻവോൾവ്മെൻറ്റും ഇല്ലാത്തൊരു ഇഷ്യൂയിലേക്കാണ് അയാളുടെ പേര് വലിച്ചിടുന്നത്, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടൊരു വോയിസോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുക? പരാതി കൊടുക്കില്ലേ ചെയ്യുക? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സുകാരോട് രാഹുൽ മാങ്കൂട്ടം തിരിച്ചാർക്കെങ്കിലും എതിരെ പരാതി കൊടുത്തോ? റിപ്പോർട്ടർ ചാനലിൽ എല്ലാവരും പറയുന്നുണ്ട്, റിപ്പോർട്ടർ ചാനൽ ത്രൂ ആണ് ഈ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇത് ചെയ്തിട്ടില്ല, അത് AI ജനറേറ്റഡ് ഓഡിയോ ആണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിലൊരു പങ്കുമില്ല, ഈ ഗർഭം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭമല്ല എന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ ഈ രാഹുൽ മാങ്കൂട്ടം പരാതി കൊടുത്തോ? അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കണ്ടേ? ഒരു പരാതിയും കൊടുക്കാതെ സ്വയം ഇരുന്ന സ്ഥാനത്ത് നിന്ന് മാറിപ്പോവാണ്, അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നു യൂത്ത് കോൺഗ്രസിന്റെ. ആരെ കണ്ണിൽ പൊടിയിടാൻ? റെസ്പോൺസിബിലിറ്റി, ഒരു പൊളിറ്റീഷ്യന്റെ റെസ്പോൺസിബിലിറ്റി എവിടെ? സത്യപ്രതിജ്ഞയും ചെയ്ത MLA ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നാട്ടുകാരോടാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അപ്പം ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്ഥാനത്ത് നിന്നല്ലേ അയാൾ മാറണ്ടേ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ വനവാസത്തിന് പോട്ടെ, കുറച്ചു കാലം പുറത്ത് നിന്ന് പാർട്ടിയുടെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയൊക്കെ നോക്കി അയാൾക്ക് വന്ന തെറ്റുകളൊക്കെ തിരുത്തി അയാൾ കറക്റ്റ് ചെയ്ത് തിരിച്ചു വന്നോട്ടെ. അല്ലാതെ ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പൊ ഷാഫി പറമ്പിൽ വെളുപ്പിക്കാൻ ഇറങ്ങിയ പോലെ വെളുപ്പിക്കാൻ ഒരു കോൺഗ്രസ്സുകാരൻ ഇറങ്ങിയിട്ടും കാര്യമില്ല. കാരണം കോൺഗ്രസിന്റെ അകത്ത് ഉള്ള ഒരുപാട് നേതാക്കന്മാർ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. കാരണം ഇത് 1-2 വർഷമായിട്ട് പറഞ്ഞു കേൾക്കുന്ന കാര്യമല്ല. പഴയ ഡിബേറ്റുകൾ പൊന്തി വരുന്നുണ്ട്. പലരും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ കോഴി എന്ന് വിളിച്ചിട്ട് കളിയാക്കുന്ന പഴയ ഡിബേറ്റുകളുണ്ട്. തമാശയ്ക്ക് വേണ്ടി ഇരുന്ന ചർച്ചയിലടക്കം അബിൻ വർക്കി അടക്കമുള്ളവര് ചിന്താ ജെറോമിന് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം പ്രപ്പോസ് ചെയ്ത കാര്യങ്ങൾ തമാശയ്ക്കെന്ന് പറഞ്ഞു വെച്ചാണെന്നുണ്ടെങ്കിലും പോകുന്നതൊക്കെ ഒരു ഡയമെൻഷനിക്കാ. അപ്പൊ പിന്നെ ഇവിടെ ഇരുന്നിട്ട് കുറെ കൊങ്ങികൾ ഇത് വെളുപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല മക്കളെ, മനസ്സിലായില്ലേ? ഇനി പ്രധാനപ്പെട്ട ഒരു ഓഡിയോയും കൂടി ഇന്നലെ ഇതിൽ റിപ്പോർട്ടർ ചാനലിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പല സ്ത്രീകൾ, ഞാൻ അത് ആദ്യമേ പറയുന്നു, സ്ത്രീകൾ, അമ്മ വെങ്ങന്മാർ എന്ന് പറഞ്ഞിട്ടാണ് പല കോൺഗ്രസ് ഹാൻഡിലുകളും പല ചേച്ചിമാരുടെയും അഭിപ്രായങ്ങൾ പുറത്തു വിടുന്നത്. എന്താ 2 കൈയും കൊട്ടാതെ ശബ്ദമുണ്ടാവുമോ? ഇവളൊരു സ്ത്രീയല്ലേ? ഇയാൾ വരുമ്പോഴത്തേക്ക് ഇവൾ കിടന്നു കൊടുക്കാൻ പോയിട്ടല്ലേ? പല ചോദ്യങ്ങളാണ് ഇവിടെ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് മാത്രമാണോ ന്യായം, നീതി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടവും ആ സ്ത്രീയും സംസാരിച്ച് ആ ഓഡിയോ ക്ലിപ്പ് അത് ഒന്ന് വിശദമായിട്ട് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കേൾക്ക്. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്റെ അർത്ഥത്തിലാണ്. ആ കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. അത് താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. അല്ല, ഒരിക്കലുമല്ല. തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ? പറയ് ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ.
തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലുമൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ, കേട്ടോ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു പോട്ടെ, താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് താൻ ഇങ്ങനെ കളിക്കുന്നു. അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് ആ ഇവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാകുന്നത്, അതൊന്നും തനിക്കറിയില്ല. തനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം, അത് മാത്രം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ പോലത്തെ സ്നേഹമല്ല. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു വോയിസ് പുറത്തു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്നെ പത്രമാധ്യമങ്ങളെ കണ്ട സമയത്ത് ഇത് ക്രിയേറ്റ് ചെയ്തൊരു വോയിസ് ആവാം എന്നുള്ള രീതിക്ക് വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ കേസ് കൊടുക്കണം. അയാൾ ഇന്നേ വരെ കേസ് കൊടുത്തിട്ടില്ല. ഞാൻ എങ്ങനെ ആ പോയിന്റിലേക്ക് തന്നെ വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് തിരിച്ചൊരു ചോദ്യം: രാഹുൽ മാങ്കൂട്ടം ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? ഈ ലേഡിക്കെതിരെ, ഈ റിപ്പോർട്ടർ ചാനലിനെതിരെ, ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതേപോലുള്ള അലിഗേഷൻ സംസാരിക്കുന്നവർക്കെതിരെ വ്യക്തിഹത്യ ചെയ്യുന്നു, ഡിഫെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇത് തെറ്റാണെങ്കിൽ ഇത് എൻ്റെ വോയിസ് അല്ല, ഇത് എൻ്റെ ഗർഭമല്ല, ഇത് എനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയാണ് എന്ന് തെളിയിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുപോലും ചെയ്യാതെ ഇയാൾ എന്ത് ചെയ്തു? അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറി. ഇനി MLA സ്ഥാനത്തു നിന്നും മാറുന്നതിനും കോൺഗ്രസ് നിന്നും പുറത്താക്കും. കാരണം എന്താണെന്നറിയോ? പല നേതാക്കന്മാർക്കും കുറച്ചധിക കാലമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ് ഇപ്പം മനസ്സിലാവുന്നത്. ഒരാൾ പോലും ന്യായീകരിക്കുന്നില്ലല്ലോ. ഷാനിമോൾ ഉസ്മാൻ അവർ വരുന്നു, അവർ പറയുന്നു ഇയാൾ ചെയ്യുന്നത് ശരിയല്ല, ഇയാൾ മാറി നിൽക്കണം. ഉമാ തോമസ് അവർ പറയുന്നു ഇയാൾ മാറി നിൽക്കണം. ഇവർ മാത്രമല്ല, നമ്മളെ KC വേണുഗോപാലിൻ്റെ വൈഫ് ആശ അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ സൈഡിൽ വയ്ക്കാം. ഇവരെല്ലാവരും പറയുന്നത് എന്താ? സ്ത്രീകൾ ഒന്നടങ്കം കോൺഗ്രസ്സിൽ പറയുന്നത് എന്താ? ഈ രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കണം. ഇയാൾ ആസ് എ പൊളിറ്റീഷ്യൻ ഇയാൾ ആദർശങ്ങൾ അല്ലെങ്കിൽ ഇയാളെ സംഭവങ്ങളൊക്കെ അങ്ങനെയായിരിക്കാം, പക്ഷേ ആസ് എ പേഴ്സണൽ ലൈഫിൽ ഇയാൾ ലോക പ്രശ്നക്കാരനാണ്. പ്രശ്നം അനുഭവിച്ചവർ എനിക്ക് തോന്നാ അൻവറൊക്കെ ഇനി വായ ഓർമ്മ ഞാൻ പണി പോളും. അൻവറിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോയിട്ടുണ്ടാവും ആൾക്കാർ. ഏതൊക്കെയാന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങളും കൊണ്ട്. ഇവിടെ എല്ലാവർക്കും, ഒട്ടുമിക്ക എല്ലാ നേതാക്കന്മാർക്കും, പ്രത്യേകിച്ച് ഷാഫിക്കും VD സതീശനും ഒക്കെ ഇയാൾ എന്താണ് പേഴ്സണൽ ലൈഫിൽ, എങ്ങനെയാണ് പേഴ്സണൽ ലൈഫിൽ എന്ന് അറിയുന്നുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഷാഫി പറമ്പിൽ ചിലപ്പോൾ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ വേണ്ടി ഇന്നലെ ഇറങ്ങിയ പോലെ ഇനി ഇറങ്ങാമായിരിക്കാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. VD സതീശൻ അത് നിൽക്കില്ല, മനസ്സിലായോ? കാരണം VD സതീശന് നല്ല രീതിയിലുള്ള ഒരു പേടിയല്ല, ബട്ട് ഒരു തിരിച്ചറിവ് മനസ്സിൽ കാണും. VD എങ്ങാനും ന്യായീകരിച്ചിറങ്ങിയ രമേശ് ചെന്നിത്തലയുടെ ഗ്യാങ് ഇതിൽ സ്കോർ ചെയ്യും. അവർ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യവും കുതാഹവയാവും. അപ്പോൾ VD അതിന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആസ് എ പൊളിറ്റീഷ്യൻ ഞാൻ പറഞ്ഞല്ലോ, അയാൾക്കൊരു സ്റ്റാൻഡുള്ള പൊളിറ്റീഷ്യനാണ് VD സതീശൻ. അയാൾ ഈ പറഞ്ഞ കേസുകൾ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു FIR പോലും ഇടാത്ത, ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു കേസിൽ അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു എന്നും പറയുന്നുണ്ട്, വെക്കാൻ സ്വയം സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. അത് പറഞ്ഞത് ഷാഫി പറമ്പിലാ, അത് വെള്ളപൂശലാണ്, അത് കേട്ടാറയാം. എങ്ങനെയുണ്ട് അത് പറയില്ല? അങ്ങനെ പറഞ്ഞാൽ തന്നെ പാർട്ടി പോയി സമ്മതിക്കുമോ? ഒരാൾക്കെതിരെ, ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വരുന്നു, ഒരു ചാനലിലൂടെ കുറേ വോയിസും സ്ക്രീൻഷോട്ടും പുറത്തു വരുന്നു,
അതിലൊരു കേസില്ല. ആ ഡിജിറ്റൽ തെളിവുകൾ ഫാബ്രിക്കേറ്റഡ് ആണോ എന്ന് അന്വേഷണം നടന്നിട്ടില്ല. അതിനെതിരെ ഒരു കേസ് പോയിട്ടില്ല. ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു പാർട്ടിയും ഹൈക്കമാൻഡും കൂടി ഒരാളെ തൂക്കി പുറത്താണ്ട് എന്താ പറയുക, അയാൾ എഴുതി കൊടുക്കുമ്പോഴത്തേക്കാണ് പുറത്തിടൂ, രാജ്യസന്നദ്ധത അറിയിക്കുമ്പോഴത്തേക്ക് ഇല്ല, അവർ വലിച്ചു പുറത്തിട്ടതാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ സത്യത്തിൽ ഇന്നലെ ഷാഫി പറമ്പിലിൻ്റെ ഈ ഒരു പത്രസമ്മേളനത്തിലെ ബൈറ്റ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് ഷാഫി വന്നിട്ട് കാര്യം പോലെ പറഞ്ഞ് ഇയാൾ മാറി നിൽക്കണം എന്നുള്ള സ്റ്റാൻഡിലായിരിക്കണം എന്നാണ്. പക്ഷെ ഷാഫി വന്ന് വീണ്ടും കുട്ടിയെടുത്ത് വെളുപ്പിക്കുന്ന പരിപാടിയാണ് കാണിച്ചത്. ഒരു കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഈ രാജി വേറെ ഏതെങ്കിലും CPM പ്രവർത്തകരോ നേതാക്കന്മാരോ ആണോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ ഒരു ക്ലാസ് എടുക്കൽ അപ്പോൾ വരുമായിരുന്നു. കണ്ടോ FIR ഇല്ലാത്ത രാജി, കണ്ടോ പരാതി ഇല്ലാത്ത രാജി, കണ്ടോ പിന്നെ കേസെടുക്കാത്ത രാജി, കണ്ടോ കോടതി വിധി ഇല്ലാത്ത രാജി, കണ്ടോ കുറ്റവിധി കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് രാജി. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു സാംസ്കാരിക ഇടപെടലുകളും പ്രവർത്തനവും പ്രതികരണവും ഒക്കെ ആ നിലയിലാവുമായിരുന്നു. ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനൊരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വം മറ്റു പാർട്ടികൾ നടത്തുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിലും തുടരേണ്ട കാര്യമില്ല, ആ തീരുമാനത്തെ ശരിവെക്കുകയും അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനം പാർട്ടി അറിയിച്ചു, പാർട്ടി അത് അംഗീകരിക്കുന്നു, ആ തീരുമാനം ഒഴിയുകയും ചെയ്തിരിക്കുന്നു. അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു, കോൺഗ്രസിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സ്റ്റാൻഡ് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായോ? കാരണം അയാൾക്കൊരു പൊളിറ്റിക്കൽ ഫ്യൂച്ചറില്ലേ. നമ്മളെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ കളഞ്ഞ് നമ്മളെ സുഹൃത്തിൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറും അല്ലെങ്കിൽ അയാളുടെ പൊളിറ്റിക്കൽ ഫേസും സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നാളെ ഇഷ്ടം പോലെ എതിർ കക്ഷിക്കാർക്ക് പറഞ്ഞൂടെ, വേണമെങ്കിൽ ഷാഫിക്ക് ഇത് അറിയാമായിരുന്നു, ഇനി ഷാഫിക്ക് ഇതിൽ പങ്കുണ്ടോ, അറിഞ്ഞിട്ടും ഇത് മറച്ചു വെച്ചോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചൂടെ? അപ്പോൾ അവിടെ എന്താണ് ഗെയിം? അങ്ങനെ ചോദ്യം ഉന്നയിക്കാമല്ലോ നമുക്ക് എല്ലാവർക്കും. അത് എന്ത് ഗെയിമാണത്? ഒരു പാർട്ടിയിലെ വനിതാ നേതാക്കന്മാരും ബാക്കി മുതിർന്ന നേതാക്കന്മാരും ഈ ഒരു പാർട്ടി സംവിധാനത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇയാൾക്കെതിരെ ഈ ആരോപണം ശക്തമായിട്ട് വിത്ത് പ്രൂഫ് ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ സേഫ് ഗാർഡ് ചെയ്യൂ ഷാഫി ചെയ്ത പോലെ? വളരെ പാടാണ്. അപ്പം അത് എന്തിനു ചെയ്തു എന്നുള്ളൊരു ചോദ്യം നാളെ വരുമ്പോൾ ഷാഫി അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ഷാഫി കുറേ കാര്യത്തിന് ഉത്തരം പറയണം. ഷാഫി ഇവിടെ ഉണ്ടായിരുന്നില്ല, ബംഗാളിലായിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഈ ബംഗാളിലുള്ള സമയത്ത് എന്നെ ഏത് പത്രമാധ്യമങ്ങൾ കാണും? എന്തിനാ പത്രമാധ്യമങ്ങളുടെ ആവശ്യം? സോഷ്യൽ മീഡിയ, അതിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രൊഫൈലില്ലേ? ഫേസ്ബുക്ക് ഉണ്ട്, Instagram ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇവിടെ എഴുതിയിട്ടാൽ പോരെ. അതിന് മറ്റേ ബംഗാളിൽ എന്തെങ്കിലും വിലക്കുണ്ടോ സോഷ്യൽ മീഡിയക്ക്? ഇത്രയും വലിയ വിഷയം നിങ്ങൾ അറിയാണ്ടൊന്നുമില്ലല്ലോ. 24/7 സാറ്റലൈറ്റ് ചാനലുകൾ ഇന്ത്യ മൊത്തം ഈ കേസ് പറയുന്നുണ്ട്. ഈവൻ എതിർ പാർട്ടിക്കാർ ഈ രാഹുൽ ഗാന്ധി പൊട്ടിച്ച വോട്ട് ചോരി സാധനം മൂടി വെക്കാൻ വേണ്ടി അതിൻ്റെ പ്രചരണം മൊത്തം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാധനം എടുത്ത് നാഷണൽ വൈഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗോദി മീഡിയ. അപ്പോൾ ഈ സാധനം നിങ്ങൾ കാണാനായിട്ടും കേൾക്കാനായിട്ടൊന്നും ആവില്ലല്ലോ. അപ്പോൾ അവിടെ സ്വന്തമായൊരു തീരുമാനം, ഒരു നിലപാടും അന്ന് പറയാൻ പറ്റിയില്ല, ഞാൻ ബംഗാളിൽ തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലോജിക്കുള്ള കാര്യമാണോ ഷാഫി? ഒരിക്കലും. നമുക്ക് എന്താ ചോദിക്കാനാണെങ്കിൽ 100 ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്ക് മറുപടി കാണൂല. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്താ ചെയ്യണ്ടേ? ഫ്രണ്ടായിരിക്കാം, ഒരുപാട് കാലമായിട്ട് അറിയുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഇയാളെ ചെയ്തികൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയുന്നതായിരിക്കാം. പക്ഷെ ഇപ്പം എല്ലാം പുറത്തു വരുന്നു എന്ന് കാണുമ്പോൾ അയാളെ മാറ്റി നിർത്തണം. മാറ്റി നിർത്തി കറക്റ്റ് ചെയ്യുക എന്നുള്ളതല്ലേ ഒരു യഥാർത്ഥ സുഹൃത്ത് ചെയ്യേണ്ടേ? അത് ചെയ്യാതെ അവിടെ ന്യായീകരിക്കാനും അയാളെ സേഫ് ഗാർഡ് ചെയ്യാനും പോയാൽ നാളെ അയാൾക്കെതിരെ വരുന്നൊരു 10 പേരിന് നിങ്ങൾക്കെതിരെയും തിരിച്ചു ചൂണ്ടും. അപ്പോൾ അതിന് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ ഷാഫി പറമ്പിലിന് വരും. ഓക്കെ, ഈ ഷാഫി പറമ്പിലിൻ്റെ അവിടെ കേസ് നിൽക്കട്ടെ, നമുക്ക് ആ ഓഡിയോൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നു? തന്നോട് എന്താണോ ചെയ്തത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്.
താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തന്റെ ലൈഫ് തകരത്തില്ല, തന്റെ ലൈഫ് തകരത്തില്ല. എടാ ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞല്ലോ. എന്തിനാ എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം, എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം, അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ? എനിക്ക് കൊന്നേരെ എന്നാ കൊന്നേരെ, അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ട്? താൻ എന്താ ചേച്ചി, തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലേ. ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല, ഒരു പക്ക ക്രിമിനൽ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടാൽ ലേഡിയോട് ഇടപെടുന്നത്. ഇപ്പം പലർക്കും പറയാം ഇത് മ്യൂച്വൽ കൺസെൻറ്റിന് മുകളിലുള്ള റിലേഷൻ അല്ലേ, ആ സ്ത്രീ കൂടി അറിഞ്ഞിട്ടല്ലേ, നേരത്തെ പറഞ്ഞ പോലെ 2 കൈയും കൊട്ടുമ്പോഴല്ലേ ശബ്ദം ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ പലർക്കും പറയാം. പറയണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെയും നിങ്ങൾ മനസ്സിലാക്കണ്ട, ഈ പല സ്ത്രീകളും ഇതിന് സംസാരിച്ച് കാണുമ്പോൾ ഞാൻ ആ സ്ത്രീകളോട് ചോദിക്കട്ടെ. നമ്മൾ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ട്, ഓക്കെ, കുറേ അമ്മമാരെ നമ്മൾ ചുറ്റും സൊസൈറ്റിയിൽ കാണുന്നുണ്ട്. നാളെ എൻ്റെ ഭാര്യ ഒരു അമ്മയാവും, നിങ്ങൾക്കും പെങ്ങന്മാരുണ്ട്, അമ്മമാരുണ്ട്, എല്ലാ സ്ത്രീകളും അമ്മമാരാവും. ഈ അമ്മമാരാവുന്ന വഴിക്ക് അവരുടെ ഒരു ഇമോഷൻ ഉണ്ട് ഇല്ലേ? ഇപ്പോൾ വയറ്റിൽ കുട്ടി വന്ന് മുലപ്പാൽ കുടിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ ഒരു അമ്മയ്ക്ക് ഒരു അമ്മ എന്ന് പറഞ്ഞ വികാരം വരൂ. അങ്ങനെയല്ലല്ലോ. ഗർഭം ധരിക്കുന്നത് മുതൽ അവരമ്മയാണ്. അത് മനുഷ്യനിൽ നിന്നല്ല, എല്ലാ മൃഗങ്ങളിലും ആ അമ്മയ്ക്ക് വയറ്റിൽ വളരുന്ന ആ കുട്ടിയിലൊരു കൺസേൺ ഉണ്ട്. ഫിസിക്കലി മാത്രമല്ലല്ലോ ഈ മാതൃത്വം എന്ന് പറഞ്ഞൊരു മാറ്റം കൊണ്ടുവരുന്നത്, അത് മെൻ്റലി കൂടിയാണ്. അങ്ങനെ ഒരു മാറ്റത്തിലിരിക്കുന്ന ഒരു ലേഡീനോട് സംസാരിക്കേണ്ട ഒരു രീതിയാണോ ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ശരി, 2 പേരും അറിഞ്ഞിട്ട് തന്നെ ഇങ്ങനൊരു കാര്യം ഉണ്ടായി, ഓക്കെ, ഒരു പ്രിക്വേഷൻ കൊടുത്തില്ല, ഇങ്ങനൊരു കാര്യം ഉണ്ടായി. അവരോടത് അലസിപ്പിച്ച് കളയാൻ ഇയാൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു ക്രിമിനൽ ഒഫൻസ് ആണോ? ഇന്ത്യയിൽ അത് ചെയ്യാൻ പാടില്ല എന്നാണ്, മ്യൂച്വലിയേ ചെയ്യാൻ പാടൂ. ഈ വോയിസിൽ അത് ക്ലിയർ അല്ലേ? ഇനി ഈ വോയിസിൽ ക്ലാരിറ്റി കിട്ടാത്ത ആരാണ്? അതോ ഇനി ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്ക്. നിങ്ങൾ റിപ്പോർട്ടർ ചാനലിനെതിരെ ഈ വോയിസ് വെച്ച് വീഡിയോ ചെയ്യുന്ന നമുക്കെതിരെയൊക്കെ നിങ്ങൾ കേസ് കൊടുത്തോ. രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടംപോലെ കേസ് കൊടുക്കാമല്ലോ. ഇവിടെ അയാളെ വ്യക്തിഹത്യ ചെയ്യുന്നു, അയാളുടെ പൊളിറ്റിക്കൽ ഇമേജ് തകർക്കാൻ വേണ്ടി ഗൂഢാലോചന ചെയ്യുന്നു, അയാളുടേതല്ലാത്ത രീതിയിലുള്ള വോയിസ് AI ജനറേറ്ററായിട്ട് ക്രിയേറ്റ് ചെയ്ത് പുറത്ത് വെളിയിൽ വിടുന്നു, കേസ് കൊടുക്കാം. ഇനി അത് പോട്ടെ, ഇത് എൻ്റെ ഗർഭമല്ല എന്ന് കേസ് കൊടുക്കാമല്ലോ. ഇനി അതുമല്ല, ഞങ്ങൾ 2 പേരും മ്യൂച്വൽ കൺസെൻറ്റിലായ സമയത്ത് ആ ലേഡി ഗർഭിണിയായി, ആ ഗർഭിണിയായത് മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ മുകളിലാണ് എന്നും ഇങ്ങനൊരു അലസിപ്പിക്കൽ നടന്നിട്ടുണ്ടെങ്കിൽ അതും മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ മുകളിലാണെന്നുള്ളതും കൊടുത്തു കഴിഞ്ഞാൽ ആ ലേഡിയും കൂടി അതിൽ കുറ്റക്കാരിയാവുന്ന രീതിയിൽ വരില്ലേ? അതെങ്കിലും ചെയ്യാമല്ലോ അറ്റ്ലീസ്റ്റ്. അതും ചെയ്യുന്നില്ല. അപ്പം പിന്നെ അങ്ങനെ ഒരു രീതിയിൽ നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് കൊണ്ട് മാത്രം ഒന്നും ആവാൻ പോകുന്നില്ല മിസ്റ്റർ മാങ്കൂട്ടം. അതോ ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെയും എന്താ പറയുക അബിൻ വർക്കി പോലുള്ളവരുടെ തലയിലേക്ക് നിങ്ങളുടെ മറ്റേ ആരാധക വൃന്ദം ഒന്നിച്ച് ഒരു പടയിളകി കോൺഗ്രസിനകത്ത് തന്നെ ആയി. കോൺഗ്രസിൻ്റെ മെയിൻ പ്രശ്നം ഇതാണ്, എവിടെയെങ്കിലും ഒന്ന് ജയിക്കും, 10 സീറ്റ് കിട്ടും, ഭരണം പിടിക്കുന്ന ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തല്ലും കുതികാല് വെട്ടുവാണ് ആ പാർട്ടിക്കകത്ത്. മനസ്സിലായില്ലേ? ഒരുത്തനെ ചവിട്ടി മൂളിക്ക് കയറി പോകാനേ നോക്കൂ. പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് കുത്ത് കിട്ടിയത് കോൺഗ്രസിൻ്റെ അകത്തുനിന്ന് തന്നെയാണ്. പക്ഷെ അത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇത്ര ക്ലോസ് ആയിട്ട് ഒപ്പം നിൽക്കുന്നവരുടെ കയ്യിൽ നിന്നാവുന്നുള്ളത്. നിങ്ങൾ ആരോപിക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു ആളുടെ കയ്യിൽ നിന്നാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. അബിൻ വർക്കി പോലത്തെ ഒരാൾ കുത്തുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കുത്ത് വന്നിട്ടുണ്ടാവും, അത് ഗ്രൂപ്പുകളിലൂടെ വന്ന കുത്തായിരിക്കും. മനസ്സിലായോ? എയിൽ നിന്ന് വന്ന് വെറുപ്പിച്ച് പിന്നെ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. എന്താണെങ്കിലും വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന കൊങ്ങികളോടാണ് പറയാനുള്ളത്, ഇത് വെളുക്കുന്ന സ്കീമല്ല. ബിക്കോസ് നിങ്ങൾക്കും അറിയാം, നിങ്ങളെ നേതാക്കന്മാർക്കും അറിയാം, ഈ വ്യക്തി കാലാകാലമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ള വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ലേഡിയോടാണെങ്കിൽ, ഒരു സ്ത്രീയോടാണ്, 2 or 3 സ്ത്രീകളോടാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ വെളുപ്പിച്ച് ന്യായീകരിക്കാമെന്ന് വിചാരിക്കാം.
ഇതെത്ര ആളോടാണ്? ഏതൊക്കെ രീതിയിലാണ്? അപ്പോൾ പിന്നെ അതിലെന്താ വെളുപ്പിക്കാൻ പറ്റും? ഒന്നുമില്ല. ഒരു വ്യക്തി ചെയ്ത അയാളുടെ വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നത്തിൽ ഇതിപ്പോൾ കംപ്ലീറ്റ് പാർട്ടിയുടെ ഇമേജ് പോണ കാര്യമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഷാഫി പറമ്പിലെ പോലുള്ളവർ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ സേഫ് ഗാർഡ് ചെയ്യാനോ വെളുപ്പിക്കാനോ ഇറങ്ങരുത്. അവിടെയൊക്കെ വി ഡി സതീഷിനൊക്കെ എടുക്കുന്നത് പോലെ കൃത്യമായൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റണം. മനസ്സിലായോ? പിന്നെ അറിയുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിയിൽ പറയാനും പറ്റണം. സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാടാണ് ഏറ്റവും നല്ല നേതാവിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് കാണിക്കാത്തവരെ സമൂഹത്തിൽ ഒരു വിലയും കൊടുക്കില്ല. മനസ്സിലായില്ലേ? പിന്നെ ഇതൊരു ചാൻസ് ആയിട്ട് ഇത് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾ സേഫ് ഗാർഡ് ചെയ്ത് അല്ലെങ്കിൽ അയാളെ വെള്ള പൂശി കൊണ്ടുപോകാനാണ് മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിണറായി 3.0 ഉറപ്പിച്ചോളി മക്കളെ.